ഹലോ. കുഞ്ഞമ്മേ, വിപിൻ വിളിച്ചായിരുന്നോ? ആ വിളിച്ചടാ. എന്താ? എന്ന് വിളിച്ചവൻ? അവന് ഇന്നലെ വിളിച്ചായിരുന്നു. അവൻ കഴിഞ്ഞ ആഴ്ച എന്നെ വിളിച്ച് ഞാനൊരു വിവരം പറഞ്ഞായിരുന്നു അവന്റെ അടുത്തേ. എന്താ പറ്റി? അത് ഞങ്ങള് തമ്മിൽ പേഴ്സണൽ കാര്യം കുഞ്ഞമ്മേ. എന്താ പേഴ്സണൽ? നിങ്ങൾക്കൊക്കെ എന്നും പേഴ്സണലാണല്ലോ. എന്താ അത് ഞങ്ങള് തമ്മില്, അതെ ഞങ്ങള് തമ്മിലുള്ള പേഴ്സണലേ നിങ്ങള് പെണ്ണുങ്ങളെ അറിയണ്ട കേട്ടാ. അതെന്തുവാ അത്രയ്ക്ക് എങ്ങാണ്ട്? അത് ഞങ്ങള് തമ്മിലുള്ളതാ. പറഞ്ഞേ എന്തോന്ന് ചുറ്റിക്കളി? അതൊക്കെ കുഞ്ഞമ്മ എടുത്ത് അതൊക്കെ സമയമാകുമ്പോഴേ ഞങ്ങളങ്ങ് പറഞ്ഞോളാം. ഞാനങ്ങ് പറഞ്ഞോളാം. ഞാൻ നേരിട്ട് പറഞ്ഞോളാം. മര്യാദക്ക് പറ. ഞാൻ നിങ്ങളുടെ അമ്മ ഇപ്പം വിളിക്കുവേ, പറഞ്ഞേക്കാവേ. നിനക്ക് അമ്മയെ വിളിച്ചാലെന്ത്? അതൊക്കെ ഞാൻ കുഞ്ഞമ്മ എടുത്ത് പേഴ്സണലായിട്ട് നേരിട്ട് പറയാം. ചിറ്റപ്പൻ എന്ത് ചെയ്യും? ചിറ്റപ്പൻ രാവിലെ ഇറങ്ങി പോയി. എന്ത് ചെയ്യുന്ന? ഇപ്പൊ കുഞ്ഞമ്മ ഒറ്റയ്ക്കുള്ള വീട്ടില്? മോനെ ഞാൻ തന്നെയുള്ളു. അത് ശരി. അപ്പൊ ഇന്ന് ചിറ്റപ്പനപ്പൊ കയറി വരും? ചിറ്റപ്പൻ അങ്ങനെയുള്ള ചിന്തയൊന്നും ഇല്ലേ കുഞ്ഞമ്മ മാത്രമേ ഉള്ളെന്ന്? നിനക്കറിയത്തില്ലേ ചിറ്റപ്പനെ? അറിയാം, മാറ്റമൊന്നും ഇല്ലല്ലേ? പിന്നെ മാറും. അതൊക്കെ കുഞ്ഞമ്മ വിചാരിച്ച മാറാത്തേ ഉണ്ടോ? കുഞ്ഞമ്മ മാറ്റണം. ഓഹോ, പിന്നെ അങ്ങോട്ട് ചെന്നാച്ചാ മതി മാറ്റാന്. കുഞ്ഞമ്മ അതൊക്കെ അറിയത്തില്ലേ? ചിറ്റപ്പനെ അറിയത്തില്ലേ നിനക്ക്? അതൊക്കെ അറിയാം. അതല്ല, പെണ്ണുങ്ങൾ വിചാരിച്ച മാറാത്ത ആണുങ്ങളുണ്ടോ കുഞ്ഞമ്മേ? പിന്നെ അങ്ങോട്ട് ചെന്നാ മതി, മാറ്റി നമ്മളെ മാറ്റിത്തരും. അല്ല, ചിറ്റപ്പൻ വരുന്ന സമയത്ത് കുഞ്ഞമ്മ അടുത്ത് കൂടി ഒന്ന് തട്ടി തൂത്തൊക്കെ ഒന്ന് നിന്നാ മതി. പിന്നെ എത്ര തട്ടി തൂത്തേക്കുന്ന? അതാ കുഞ്ഞമ്മയുടെ അതല്ല, കുഞ്ഞമ്മയുടെ തട്ടിത്തൂപ്പ് ശരിയാകുന്നില്ല. അതായിരിക്കും ചിറ്റപ്പൻ വേറെ പോണേ. നീ എന്ന് പറഞ്ഞ എങ്ങനെ തട്ടി തൂക്കണമെന്ന്? അതൊക്കെ ഞാൻ ആ തട്ടിത്തൂക്കുന്നതൊക്കെ ഞാൻ നേരിട്ട് പറയാം. ഇപ്പോഴും പൂഞ്ഞാൻകുറ്റിയായിട്ടാണോ വരുന്നേ? അവനിനി എന്തെന്ന് ആർക്കറിയാം. ആരാ? ചിറ്റപ്പൻ പൂഞ്ഞാൻകുറ്റിയായിട്ടാണോ വരുന്നേന്ന്? ചിറ്റപ്പൻ പൂഞ്ഞാൻകുറ്റിയായിട്ടല്ല വരത്തുള്ളൂ. നിനക്ക് അറിയത്തില്ലേ? ശരി. അപ്പൊ അത് വരെ കുഞ്ഞമ്മ ഒറ്റയ്ക്ക് പേടിയൊന്നും ഇല്ലേ? അതോ ടി വി കണ്ടോണ്ടിരിക്കുക? പിന്നെ പേടി എന്തോന്ന് പേടിയാ? അല്ല, ഒരു കാര്യം ചെയ്യ്, വേണമെങ്കിൽ ഞാൻ വന്ന് കൂട്ട് കിടക്കാം. നീ വാ. അല്ലെ, എനിക്ക് മടിയൊന്നുമില്ല. പേടി എന്താ നിനക്ക്? അല്ല, എനിക്ക് പേടിയൊന്നുമില്ല. അല്ല, കുഞ്ഞമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളു വീട്ടിൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സ്നേഹമുണ്ടോ? പിന്നെ കുഞ്ഞമ്മയുടെ സ്നേഹമല്ലേ, പിന്നെ ആരോടാ കുഞ്ഞമ്മയുടെ സ്നേഹം? കുഞ്ഞമ്മയോടല്ലേ നമുക്ക് പ്രത്യേക സ്നേഹം ഇല്ലയോ കുഞ്ഞമ്മയുടെ? കോന്നയുണ്ടല്ലേ? പിന്നെ ഞാൻ വരണോ? പറഞ്ഞോ. പിന്നെ നിങ്ങളുടെ അമ്മ എന്താ പറയുന്നത്? അമ്മ എന്താ പറയാനാ? അമ്മ ഇങ്ങനെയൊക്കെ തട്ടിമുട്ടി അമ്മയ്ക്ക് ഇങ്ങനെ പോകുന്നു. ഇവിടെ പിന്നെ അങ്ങനെ ഒരു പ്രശ്നമില്ല കേട്ടോ. ഞങ്ങളുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അച്ഛനെ അവിടെ വയറ്റിക്ക് നിർത്തിയേക്കുക. പെടുക്കരുതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അച്ഛൻ പെടുക്കത്തില്ല. നിങ്ങളുടെ അച്ഛന് പേടിയില്ല? പേടി ഉണ്ടായിരുന്നു നിങ്ങളുടെ അമ്മ? അതാ പറഞ്ഞത്. നമുക്കൊന്നും എല്ലാവർക്കും പറ്റൂടാ. അത് ശരിയാ. ഇപ്പൊ എല്ലാവരുടെയും സ്വഭാവം ഒരുപോലല്ലോ. പിന്നെ നിന്റെ ജോലി എന്തോയി? ഒരു ജോലി ഒരുവിധം ശരിയായിട്ടുണ്ട് കുഞ്ഞമ്മേ. ഞാനത് കറക്റ്റ് ആയിട്ട് പറയാമെന്ന് വിചാരിച്ചു. കറക്റ്റായി, ഏകദേശം കറക്റ്റായി. അത് ടൈറ്റാനിയത്തില്. എന്താ ജോലിയാ? പഠിച്ച വല്ലതും ആണോ? പഠിച്ച തന്നെ, ഇലക്ട്രീഷ്യൻ തന്നെ. ഇച്ചിരി പൈസ കൊടുത്തിട്ടാ കേട്ടോ. രാഷ്ട്രീയക്കാർക്ക് ലക്ഷങ്ങൾ എണ്ണി കൊടുത്തിട്ടുള്ള പരിപാടിയാ. ജോലിയായല്ലോ. അല്ല, അത് മാത്രമല്ല, ഞാൻ കുഞ്ഞമ്മേന്ന് വിളിച്ചത് അത് ഞാൻ പിന്നെ നേരിട്ട് പറയേണ്ട കേസാ. കാര്യം ഒരു ഇച്ചിരി പൈസ ചിലപ്പോ എന്നെ സഹായിക്കേണ്ടി വരും കേട്ടോ. പൈസ എന്താ സഹായിക്കുക? ജോലിയാട്ടെ, നോക്കാ. അതൊക്കെയാണ്. ഇല്ലെങ്കിലും കുറച്ചൊക്കെ സഹായിക്കാം. നോക്കാം. അത് മതി. ആ ഒരു മനസ്സ് മതി കുഞ്ഞമ്മേ. കുഞ്ഞമ്മയുടെ ആ ഒരു മനസ്സ് സഹായിച്ചേക്കുന്നതാ. അതുകൊണ്ട് ഞാൻ ആര് സഹായിക്കും? അത് മതി. നീ സഹായിച്ചില്ലേലും വേണ്ടിയില്ല, കുഞ്ഞമ്മയുടെ മനസ്സുണ്ടല്ല, അത് മതി നമുക്ക്. കൂടുതൽ മാസമായി പോയിട്ടാടാ ഇങ്ങനെയൊക്കെ ആയി പോയത് കേട്ടോ. എന്നപ്പം വരും? അതല്ല കുഞ്ഞമ്മ, അതെല്ലാം അങ്ങ് മാറും.
ചിറ്റപ്പന്റെ ഈ സ്വഭാവമൊക്കെ അങ്ങ് മാറും. അത് കാര്യം എന്താ അറിയോ, ബീബിനൊരു വിവാഹം കഴിയട്ടെ, ഒരു മരുമോളൊക്കെ വീട്ടിൽ വരുമ്പം അവനോട് ഞാൻ പറഞ്ഞു കുഴിഞ്ഞ് അല്ല പോയി നോക്കുന്നു അടുത്ത 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 വരവിന് എന്റെ അടുത്ത് പറഞ്ഞ്, എന്റെ അടുത്ത് വിളിച്ചപ്പോ അവൻ പറഞ്ഞു അടുത്ത വരവിന് വരുമ്പോ നോക്കണോളിയാ എങ്ങനെങ്കിലും നടത്തിയതേ പോത്തുള്ളൂ. അവനും ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ, അവനെന്ത് പൊട്ടനാണ്. നല്ല കാര്യം തുടങ്ങിയെങ്കിൽ ഞാൻ പറഞ്ഞു കൊഴഞ്ഞ് എന്നെ ചെറുക്കനോട്. അവനൊരു പെണ്ണിനെയൊക്കെ അങ്ങോട്ട് കൊണ്ടുവന്ന് കഴിയുമ്പോ ചിറ്റപ്പം പാടെ മാറത്തില്ലയോ. അതും പണ്ടത്തെ കൂട്ടല്ലേ, ഇപ്പോഴത്തെ പെൺപിള്ളേരെ അറിയാമല്ലോ കുഞ്ഞമ്മയ്ക്ക്. ചെറുതാ വരപ്പിക്കും കുഞ്ഞമ്മയെ സഹിതം. നമ്മളവരോട് തുളക്കറാൻ ചെന്നാക്കില്ലയോടാ മര്യാദക്ക് ഇന്ന് കഴിഞ്ഞാ. അല്ല കുഞ്ഞമ്മ ഒരു ഇത്രയങ്ങ് പാവമാകരുത് കേട്ടോ, ഇത്രയങ്ങ് പാവമായി പോയിട്ടാണ് ഈ വിഷയം. പിന്നെ നീ വരുന്നോ ഇങ്ങോട്ട്? നീ ഉള്ള പറഞ്ഞാന്നോ? കുഞ്ഞമ്മ വേണമെങ്കിൽ ഞാൻ വരാം, എനിക്ക് താല്പര്യക്കുറവൊന്നുമില്ല. നാളെ വാ. അല്ല നാളെയോ? ഇന്ന് വേണേ വരാം. ഇന്ന് നാളെ വാ. എന്നാ നാളെ വരാം. അപ്പൊ എന്നും ഇങ്ങനെയാണോ ചിറ്റപ്പം വരുന്നത്? അതിരാത്രിയിലാണോ? തോന്നുമ്പോഴാ. അത് ശരി. അപ്പൊ ഒരു കാര്യം ചെയ്യും, നാളെ ഞാൻ വരാം. അപ്പൊ കുഞ്ഞമ്മയ്ക്ക് കൂട്ട് കിടക്കുകയും ചെയ്യാം. നീ വന്നിട്ട് ഇങ്ങോട്ടൊക്കെ ചെയ്തുകൊണ്ടേ ഒത്തിരി നാളായല്ലോ നീ വന്നിട്ടേ. വന്നിട്ട് സമയമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പൊ ഇല്ല, ജോലിക്കാര്യത്തിന്റെ കാര്യത്തിനൊക്കെ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമായിരുന്നു. പിന്നെ അങ്ങനെ ഓരോരോ പിന്നെ കൂട്ടുകാർ വരും, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി. അപ്പൊ ഒരു കാര്യം ചെയ്യ്, നാളെ ഞാൻ വരാം. കുഴപ്പമൊന്നുമില്ലേ? അത് കേട്ടാ മതി. പിന്നെന്താണ്ട്? വേറെ വിശേഷമൊന്നുമില്ല കുഞ്ഞമ്മേ, ഇങ്ങനെ പോന്ന്. ഞാൻ അവന്റെ അടുത്തൊരു കാര്യം പറഞ്ഞായിരുന്നു, അതാ ഞാൻ വിളിച്ചോ ഇല്ലെന്ന് അറിയാനേ. അതൊക്കെ ഞാൻ നാളെ വരുമ്പോ ഞാൻ പറഞ്ഞേരാം. എന്റെ കുഞ്ഞമ്മ ധൈര്യമായിട്ട് വേറെ വൃത്തികെട്ട കേസുകെട്ടുകളൊന്നും അല്ല. കുഞ്ഞമ്മ നാളെ വരുമ്പോ കുഞ്ഞമ്മ എടുത്ത് ഞാൻ ഉറപ്പായിട്ട് പറയും. പോരായോ? എന്തുവാ വിളിച്ചിട്ട് പറഞ്ഞില്ലല്ലോ ഇവനെ. അതങ്ങനെ അവൻ പറയുന്നത് ഞങ്ങള് തമ്മിലുള്ള സീക്രട്ട് കാര്യങ്ങളല്ലേ. കേൾക്കാൻ വയ്യ കുഞ്ഞമ്മ. അവനെ എന്നോടെല്ലാം പറയുന്നതാന്ന്. അങ്ങനെ എല്ലാം പറയാൻ പാടില്ലല്ലോ. നമുക്ക് വളർന്നു കഴിഞ്ഞാൽ എല്ലാം ഒന്നും അമ്മയുടെ അടുത്തൊന്നും പറയേണ്ട കാര്യമില്ല. അങ്ങനെ എല്ലാം ഒന്നും പറയത്തില്ല. എന്നോട് എല്ലാം പറയുന്നതാ. ഇതെന്താ പറ്റിയെന്ന് നീ പറഞ്ഞാൽ പറയല്ലേ, അതുകൊണ്ടാ. അങ്ങനെ പറയണ്ട. എന്നാ ഞാൻ അവളോട് ചോദിച്ചോളാം. ഞാൻ 2 പ്രാവശ്യം ചോദിക്കുമ്പോ മണിമണിയായിട്ട് പറയുന്ന കേൾക്കണം. ആണോ? ആ മണിമണിയായിട്ട് പറയുന്നത് കേൾക്കണ്ട, നാളെ ഞാൻ വരുമ്പം പറയാം. എന്നാ അത് മതി. അപ്പൊ വേറെ ഒന്നുമില്ലല്ലോ? വേറെ ഒന്നും ഇല്ലടാ മോനെ. അപ്പൊ നാളെ നമുക്ക് നേരിൽ കാണാം. ശരിയടാ. ഓക്കെ.